1900-ന്റെ തുടക്കത്തിൽ റഷ്യയിൽ ചരിത്രമെഴുതിയ ഒരു വിപ്ലവകാരിക്ക് ഒരു നൂറ്റാണ്ടിനിപ്പുറവും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്ര സ്വാധീനമുണ്ടാകാൻ കാരണമെന്താകും? ലോകത്തെ ഇടത് നേതാക്കളാൽ ആരാധിക്കപ്പെടുകയും പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും തള്ളിക്കളയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്ളാഡിമിർ ലെനിൻ എന്ന റഷ്യൻ വിപ്ലവകാരിയുടെ പേരിൽ ഇന്ത്യയിലും ഇപ്പോഴും ചർച്ചകളുണ്ട്. നമുക്കെന്തിന് വിദേശി ഹീറോകൾ? ലെനിനെ വിസ്മരിക്കണമെന്ന് ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷം പറയുമ്പോൾ മറവിക്കെതിരായി ലെനിന്റെ ഓർമ്മകൾ കൊണ്ട് സദാ സമരം ചെയ്യുകയാണ് ഇന്ത്യൻ ഇടതുപക്ഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൊതുസ്മരണകളിൽ റഷ്യക്കാരനായ ലെനിന്റെ സ്വാധീനം തർക്കമില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്ക് ലെനിൻ സ്പെഷ്യൽ ആകുന്നത്. ഭഗത് സിംഗോ ബാലഗംഗാധര തിലകനോ സുഭാഷ് ചന്ദ്രബോസോ മാത്രമല്ല, ഹിന്ദു വലതുപക്ഷത്തിന്റെ ഇടയിലെ ഐക്കണും മൗലികവാദിയുമായ സവർക്കർ പോലും ലെനിന്റെ ആരാധകനായിരുന്നുവെന്നത് ചരിത്രത്തിലെ ഒരു കൗതുകമാണ്. ലെനിന്റെ ആശയങ്ങൾ കണ്ണുമടച്ചെതിർക്കുന്ന ഇന്ത്യൻ ഹിന്ദു വലതുപക്ഷത്തിന്റെ സമീപനമായിരുന്നില്ല റഷ്യൻ വിപ്ലവത്തോടും ലെനിനോടും സവർക്കർക്കുണ്ടായിരുന്നത്. റഷ്യൻ വിപ്ലവ ആശയങ്ങളും ലെനിന്റെ നേതൃത്വവും സവർക്കറെ പ്രചോദിപ്പിച്ചു. ലെനിന്റെ എഴുത്തുകളും പ്രസംഗങ്ങളും സവർക്കർ സ്വാതന്ത്ര്യ സമരകാലത്ത് ശ്രദ്ധയോടെ വായിച്ചു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളോട് സവർക്കർക്കുണ്ടായിരുന്ന വിയോജിപ്പ് പ്രസിദ്ധമാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസ എന്ന ആശയത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ലെനിന്റെ സായുധ വിപ്ലവത്തെക്കുറിച്ചുള്ള ആശയമാണ് കൂടുതൽ പ്രായോഗികമെന്ന് സവർക്കർ കരുതുകയും ചെയ്തിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. കോൺഗ്രസ് ആയിരുന്നു അന്ന് സമരമുഖത്ത് ഏറ്റവും ശക്തമായി നിന്ന പ്രസ്ഥാനം. രാജ്യത്തിനു പുറത്തും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ധാരാളം ചർച്ചകളും പ്രവർത്തനങ്ങളും നടന്നു വന്നിരുന്നു. അത്തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലണ്ടനിലെ ഇന്ത്യ ഹൗസ്. വിപ്ലവകാരിയായ ശ്യാംജി കൃഷ്ണവർമ്മ 1905-ൽ ലണ്ടനിൽ വാങ്ങിയ വീടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഇന്ത്യ ഹൗസായി പരിണമിച്ചത്. 1906-ൽ സവർക്കർ നിയമപഠനത്തിനായി ലണ്ടനിലേക്ക് പോയി 3 വർഷം ഇന്ത്യ ഹൗസിൽ താമസിച്ചു. നന്നായി പ്രസംഗിക്കുമായിരുന്ന സവർക്കർ അന്ന് ലണ്ടനിലെ ഇന്ത്യക്കാർക്കിടയിൽ പ്രസിദ്ധി നേടി. റഷ്യ, അയർലൻഡ്, തുർക്കി, ഈജിപ്ത്, ഇറാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികൾ പതിവായി വന്നിരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ ഹൗസ്. നിരവധി ബ്രിട്ടീഷ് പൗരന്മാരുമായും സവർക്കർ സൗഹൃദം സ്ഥാപിച്ചു. അവരിലൊരാളായിരുന്നു ഗൈ ആൽഫ്രഡ്. അക്കാലത്ത് വ്ളാഡിമിർ ലെനിനുമായി ആൽഫ്രഡിന് നല്ല സൗഹൃദമുണ്ടായിരുന്നു. റഷ്യയിൽ മാത്രമല്ല, ലോകത്തുടനീളവും ലെനിന്റെ ആശയങ്ങൾ പ്രചരിച്ചിരുന്ന കാലമായിരുന്നു അത്. സവർക്കർക്ക് ലെനിന്റെ ആശയങ്ങളോടുള്ള ആഭിമുഖ്യമറിയാവുന്ന ആൽഫ്രഡ് ഇടപെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഹൗസിൽ വെച്ച് 1909-ൽ സവർക്കർ ലെനിനെ നേരിൽ കണ്ടെന്നാണ് സവർക്കറുടെ ജീവചരിത്രം വിശദീകരിക്കുന്ന വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലെനിനോട് സവർക്കർക്കുണ്ടായിരുന്ന ഈ ആഭിമുഖ്യത്തെ ചരിത്ര നിരപേക്ഷമായി കാണാനാകില്ല. ബ്രിട്ടീഷ് സർക്കാരിനോട് ചർച്ചകൾ നടത്തുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന, തണുത്ത മട്ടിൽ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ഒരു എലീറ്റ് വിഭാഗമായി കോൺഗ്രസിനെ കണ്ടിരുന്ന ഒരു കൂട്ടം അക്ഷമരായ യുവാക്കൾ അന്നുണ്ടായിരുന്നു. ഈ നയതന്ത്രം പ്രായോഗികമല്ലെന്നും പോരാട്ടങ്ങൾക്ക് മൂർച്ച പോരെന്നും വിശ്വസിച്ചിരുന്ന അക്ഷമരുടെ തലമുറയിൽപ്പെട്ട ആളായിരുന്നു സവർക്കറും. കലാപത്തിലൂടെ മാത്രമേ പരമാധികാരം പിടിച്ചടക്കാനാകൂ എന്ന് സവർക്കർ വിശ്വസിച്ചു. മാത്രമല്ല, യൂറോപ്പിൽ അക്കാലത്ത് വളർന്നു വന്ന സാംസ്കാരിക ദേശീയതയെന്ന ആശയം സവർക്കറെ ആകർഷിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് സവർക്കർ ലെനിന്റെ ആശയങ്ങളിലും റഷ്യൻ വിപ്ലവത്തിന്റെ സംഭവകഥകളിലും ആകർഷനാകുന്നത്. സവർക്കർ സായുധ പോരാളി ഗ്രൂപ്പുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ആലോചിച്ചപ്പോൾ 1910-ൽ റഷ്യയിൽ ലെനിൻ അതേ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. താൻ നയിച്ച സായുധ കലാപത്തെ ഒരു ചരിത്ര നിമിഷത്തിൽ അദ്ദേഹം സൈനിക കലാപമാക്കി മാറ്റി. ചക്രവർത്തിയോടുള്ള റഷ്യൻ സൈന്യത്തിന്റെ അതൃപ്തി മുതലെടുത്ത് അദ്ദേഹം റഷ്യൻ സൈനിക പിന്തുണ തേടി സാറിസ്റ്റ് സാമ്രാജ്യത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടുമുള്ള സായുധ സംഘങ്ങളെ സ്വന്തം സർക്കാരുകൾക്കെതിരെ പോരാടാൻ പ്രചോദിപ്പിച്ചു. എന്നാൽ അത്തരം ഗ്രൂപ്പുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ക്യൂബ പോലുള്ള ചില രാജ്യങ്ങളിൽ മാത്രമാണ്. ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, കോങ്കോ, സ്പെയിൻ, ബൊളീവിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തന്റെ ജയിൽവാസകാലത്ത് സവർക്കർക്ക് മിലിറ്റന്റ് പ്രവർത്തനങ്ങളിലും പോരാട്ടങ്ങളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് പിന്നീട് നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായ ജനകീയ മുന്നേറ്റത്തിൽ ആകൃഷ്ടനായ സവർക്കർ ബ്രിട്ടീഷുകാരുമായുള്ള സംവാദത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്തിരിക്കാമെന്നാണ് ജയിലിൽ നിന്നുള്ള സവർക്കറുടെ കത്തുകൾ തെളിയിക്കുന്നത്.